Hi friends, welcome to SHAHNAZ Easy Tips. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മീൻ പൊരിച്ചതിന്റെ റെസിപ്പിയുമായാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വരുന്ന ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. അത് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറുള്ളി നന്നാക്കിയത് ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ ഒരു 5-6 ചുള ഉള്ളി ഉണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം. അടുത്തതായി 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇത് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഫ്രഷ് പുതിനയാണ്. അപ്പോൾ ഈ പുതിന എങ്ങനെ ഉണ്ടാക്കാന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് പോയി കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 2 ആഴ്ച മുന്നേ പുതിന ഇങ്ങനെ വളർത്താം വീട്ടിലെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ കുഴിച്ചിട്ടതാണ്. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ആഴ്ച കഴിഞ്ഞിട്ട് കാട്ടിത്തരാമെന്ന്. അപ്പോൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണാം. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മുടെ പുതിന ഇതുപോലെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ പുതിന ഇല്ലാത്തവർ കറിവേപ്പില മാത്രം ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അവസാനമായി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ നിറച്ച ഉപ്പാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി അരച്ചെടുത്തിട്ട് വരാം. ഇതാ ഞാനിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ലേശം വെള്ളം കൂട്ടിയിട്ടാണ് അരച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ സുർക്ക കൂടി ഒഴിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാല ഈ മീനിൽ പരട്ടണം. ഞാനിപ്പോൾ കരിമീനാണ് എടുത്തിട്ടുള്ളത്. ഇതിലിങ്ങനെ ചെറിയ ചെറിയ വരകൾ വരഞ്ഞിട്ടുണ്ട്. അത് ഉള്ളിലേക്ക് മസാല പിടിക്കാനായിട്ടാണ്. ഇനി നമുക്ക് മസാല പുരട്ടിയെടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ സെറ്റാവാൻ വയ്ക്കാം. ഇതാ ഇപ്പം നമ്മുടെ മീനൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. മസാല ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. ഇതിനായി ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതാ ഇപ്പോൾ ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. ഇപ്പോൾ ഒരു പറ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. പൊരിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാ ഇപ്പം നമ്മുടെ മീനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ ഇപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റായ മീൻ പൊരിച്ചവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഈ ഒരു തരത്തിൽ നിങ്ങൾ ഒരു പ്രാവശ്യം പൊരിച്ച് നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള സൂപ്പർ വീഡിയോസുമായി വരുന്നവരെ ബൈ ബൈ.